ഹായ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വേപ്പില സോപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. 3 കഷ്ണം മഞ്ഞൾ, പച്ച മഞ്ഞളാണ്. ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയത്. 2 സ്പൂൺ തേങ്ങ. ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. വേപ്പിലയുടെ മഞ്ഞളിൻ്റെ ഇത് തേങ്ങാപ്പാലിൻ്റെ ജ്യൂസാണ് വേണ്ടത്. ഇനി നമുക്ക് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരാം. നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. നമുക്ക് ഇതിലൊരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. 1/2 കിലോയുടെ സോപ്പ് ബേസാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ സോപ്പ് ബേസ് കിട്ടാത്തവർക്ക് പിയേഴ്സ് സോപ്പിലും സോപ്പ് ഉണ്ടാക്കാം. ഈ കൂട്ടുകളൊക്കെ ചേർത്താൽ മതി. മാത്രം വീഡിയോയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്ത് വാങ്ങാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ഈ സോപ്പ് ബേസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയാലേ പെട്ടെന്ന് മെൽറ്റായി കിട്ടുകയുള്ളൂ. മെൽറ്റായി വരുന്നുണ്ട്. സോപ്പ് ബേസ് മെൽറ്റായി കിട്ടി. ഇനി നമുക്ക് കൂട്ട് ചേർക്കാം. ആദ്യം നമുക്ക് ചേർക്കേണ്ടത് വേപ്പിലയുടെ ജ്യൂസാണ്. 2 സ്പൂണ് വേപ്പിലയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മണത്തിന് വേണ്ടി ജാസ്മിൻ്റെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ജാസ്മിൻ്റെ ഓയിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഏത് ഓയിൽ വേണമെങ്കിലും നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇനി നമുക്ക് ഈ ബോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൽ എണ്ണ പുരട്ടിയാണ് വെച്ചിരിക്കുന്നത്. ബോട്ടിലില്ലെങ്കിൽ നമുക്ക് ഐസ്ക്രീമിൻ്റെ ബോട്ടിലോ കൊച്ചിക്കെണ്ണോ ഏതിലായാലും സോപ്പ് ഉണ്ടാക്കാം. ഇനി നമുക്കിത് ഈ ബോട്ടിലോട്ട് കോരി ഒഴിക്കാം. നല്ല ഒരു സോപ്പാണ്. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ സോപ്പാണ്. മഞ്ഞളും തേങ്ങാപ്പാലും വേപ്പിലയുടെ ജ്യൂസും എല്ലാം അതിൽ ചേർന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്നത് പാട നമുക്ക് നീക്കം ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിക്ക് കിട്ടും സോപ്പ്. എല്ലാത്തിൻ്റെയും പാട നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞ് ഈ സോപ്പ് എടുക്കാം. ഇനി നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് സോപ്പ് റെഡിയായോ നോക്കാം. സോപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിൻ്റെ പാത്രത്തിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ സോപ്പ് തയ്യാറാക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. ബൈ.